പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 18ാം അധ്യായത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ ആർക്കൊക്കെയാണ് പ്രവേശനമുള്ളത് എന്ന് നമുക്ക് നോക്കാം. 8 തരത്തിൽപ്പെടുന്നവരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഒന്നാമതായി ഇലക്ടേഴ്സ്, രണ്ടാമതായി പോളിംഗ് ഒഫീഷ്യൽസ്, മൂന്നാമതായി സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റോ പോളിംഗ് ഏജന്റോ, നാലാമതായി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ള വ്യക്തികൾ, അഞ്ചാമതായി ഗവൺമെന്റ് ഓഫീസേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, ആറാമതായി ഒരു അമ്മയോടൊപ്പം വരുന്ന കൈക്കുഞ്ഞ്, ഏഴാമതായി അന്ധരോ അവശരോ ആയ വോട്ടർമാരോടൊപ്പം എത്തുന്ന സഹായി, എട്ടാമത് ഐഡന്റിഫയിങ് ഓഫീസർമാർ. ആരെല്ലാമാണ് ഇലക്ടേഴ്സ് അല്ലെങ്കിൽ വോട്ടർമാർ എന്ന ഗണത്തിൽ വരുന്നത്? ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് നൽകിയിട്ടുള്ള മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളിലുള്ള പേരുള്ള ഒരാളാണ് ഇലക്ടർ അഥവാ വോട്ടർ എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ പോസ്റ്റൽ ബാലറ്റ് നൽകിയിട്ടുള്ള വോട്ടർ ഉൾപ്പെടുന്നില്ല. പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാവുന്ന പോളിംഗ് ഒഫീഷ്യലുടെ കൂട്ടത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ, 1ാം പോളിംഗ് ഓഫീസർ, 2ാം പോളിംഗ് ഓഫീസർ, 3ാം പോളിംഗ് ഓഫീസർ എന്നിവർ മാത്രമാണ് പോളിംഗ് ഒഫീഷ്യൽസ് എന്ന കൂട്ടത്തിൽ വരുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ത്രിതലത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ, അവരുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ്, അവരുടെ പോളിംഗ് ഏജന്റുമാർ എന്നിവരാണ് കാൻഡിഡേറ്റ് ഇലക്ഷൻ ഏജന്റ് പോളിംഗ് ഏജന്റ് എന്ന കൂട്ടത്തിൽ വരുന്നത്. മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കയറുവാൻ അനുവാദമില്ല. പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓതറൈസേഷൻ നൽകിയത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, തിരഞ്ഞെടുപ്പ് രേഖപ്പെടുത്താനെത്തിയ വീഡിയോഗ്രാഫർമാർ, വെബ്കാസ്റ്റിംഗിനായി നിയോഗിക്കപ്പെട്ടവർ, സെക്ടറൽ ഓഫീസർമാർ, മറ്റ് ആളുകൾ, ഇവരെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ തിരിച്ചറിയൽ രേഖ നൽകി നിയമിച്ചിട്ടുണ്ട്. അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക്, പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ: തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ ക്ലീനിങ്ങിനും മെയിൻ്റനൻസിനുമായി നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഹരിതചട്ടം പാലിക്കുന്നത് എൻഷുർ ചെയ്യുന്നതിനായി നിയമിച്ചിട്ടുള്ളവർ, ബേസിക് മിനിമം ഫെസിലിറ്റീസ് വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും നൽകുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവരെയെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രവേശിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒപ്പം അവിടെ എത്തുന്ന പോളിംഗ് ആവശ്യത്തിനായി എത്തുന്ന പോലീസുകാർക്കും സെക്യൂരിറ്റി സ്റ്റാഫിനും ഈ ഗണത്തിൽ പെടുന്നില്ല. അമ്മയോടൊപ്പം എത്തുന്ന കൈക്കുഞ്ഞിന് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ 35C വകുപ്പ് പ്രകാരം അന്ധനോ അവശരോ ആയ ഒരു വോട്ടർക്ക് ഒരു സഹായിയുടെ സഹായത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അവരോടൊപ്പം വരുന്ന ഈ സഹായിക്ക് പോളിംഗ് ബൂത്തിലേക്ക്, പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുവാൻ അനുമതിയുണ്ട്. ഒരു വോട്ടറെ തിരിച്ചറിയുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാവുന്നതാണ്. സാധാരണയായി അംഗൻവാടി ജീവനക്കാർ, വില്ലേജ് ജീവനക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാർ, ഇവരെയൊക്കെയാണ് ഉപയോഗിക്കുക. ഇവരല്ലാത്ത, സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാളെയും നിയമിക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. അത്തരം ആളുകൾക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MP, MLA, ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ,
കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയവർക്ക് ആർക്കും ഔദ്യോഗിക നിലയിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശനമില്ല. എന്നാൽ ഇവർ ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടറാണെങ്കിലോ അല്ലെങ്കിൽ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിലോ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ത്രിതലം ലളിതത്തിന്റെ 18-ാം അധ്യായത്തിൽ ആർക്കൊക്കെയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് പരിശോധിച്ചത്. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.